അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് വീണ്ടും പച്ചക്കൊടി. പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ 1900 കോടി രൂപ അനുവദിച്ചു. തടസ്സങ്ങൾ നീങ്ങി ശബരി റെയിൽപാത വീണ്ടും ഉണരുമ്പോൾ കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. 3 പതിറ്റാണ്ടോളം ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനത്തിൽ കുടുങ്ങിക്കിടന്ന ഭൂ ഉടമകൾക്കും സർക്കാർ തീരുമാനം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ കാട് മൂടിക്കിടക്കുന്നത് കേവലം ഒരു റെയിൽപാത മാത്രമല്ല, മധ്യ കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏറെ നാളുകൾ നീണ്ട സ്വപ്നങ്ങൾ കൂടിയാണ്. അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമായാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് മലയോര മേഖലയിലെ ജനങ്ങളാകും. കാത്തുകാത്തിരുന്ന ശബരി റെയിൽപാതയ്ക്ക് വീണ്ടും പുതുജീവൻ വെക്കുകയാണ്. ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടന്ന പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് 1900 കോടി രൂപ. 3 ഘട്ടങ്ങളിലായി തലസ്ഥാനം വരെ നീളുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമാണിത്. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു റെയിൽവേ പദ്ധതിക്കായി പണം അനുവദിക്കേണ്ട സാഹചര്യം സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്നത്. അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള 111 കിലോമീറ്റർ പാതയാണ് ആദ്യഘട്ടത്തിലുള്ളത്. ഇതിൽ 14 സ്റ്റേഷനുകൾ ഉണ്ടാകും. പദ്ധതി ചെലവിന്റെ 50% തുക കിഫ്ബി ഫണ്ടിലൂടെ സംസ്ഥാനം വഹിക്കാമെന്ന് നേരത്തെ തന്നെ റെയിൽവേയെ അറിയിച്ചിരുന്നു. അന്ന് 2815 കോടിയായിരുന്നു പദ്ധതി ചെലവെങ്കിൽ ഇന്നത് 3800 കോടി രൂപയ്ക്ക് മുകളിലാണ്. ദേശീയപാതയും MC റോഡും സംഗമിക്കുന്ന അങ്കമാലിക്കടുത്താണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. ശബരി പാത കൂടി വരുന്നതോടെ വിവിധ ഗതാഗത സൗകര്യങ്ങളുടെ സംഗമഭൂമിയായി അങ്കമാലി മാറും. കേരളത്തിൽ ഇതുവരെ റെയിൽപാത കടന്നുവരാത്ത 2 ജില്ലകളാണ് ഉള്ളത്. ഒന്ന് വയനാടും മറ്റൊന്ന് ഇടുക്കിയും. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതോടെ ഇടുക്കി എന്ന പേര് അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. കാരണം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലൂടെയാണ് ഈ പാത കടന്നു പോവുക. അത് ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് നൽകുന്ന ഉണർവ് ഒട്ടും ചെറുതായിരിക്കില്ല. ഇടുക്കി ജില്ലയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാകും തൊടുപുഴ. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ, തേക്കടി, വാഗമൺ, ഇടുക്കി ഡാം, കുളമാവ്, രാമക്കൽമേട്, കുട്ടിക്കാനം എന്നിവിടങ്ങളിലേക്കെല്ലാം യാത്ര കൂടുതൽ സുഗമമാകും. കൂടാതെ ഭൂസൂചിക പദവി ലഭിച്ച വാഴക്കുളം പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന കർഷകർക്കും ശബരി റെയിൽപാത വലിയ അനുഗ്രഹമായി മാറും. നിർമ്മാണം നീണ്ടു പോകുന്ന പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണം എന്നതാണ് ജനങ്ങളുടെയും ആവശ്യം. ഇനി ഇത് വഴിയിപ്പിക്കാൻ പാടില്ല. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെ മാറ്റി ഇനിയൊരു തടസ്സം വന്നാൽ ഇത് വീണ്ടും ഇതുപോലെ തന്നെ വഴുകപ്പെടും. നല്ലൊരു പദ്ധതിയാണത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ പോലും അതിനൊരു ശ്രമം നടത്തുന്നില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഫണ്ടിൻ്റെ കാരണം മാത്രമല്ല, ആ ഫണ്ട് ഉപയോഗിക്കാനുള്ള രീതിയും ഉദ്യോഗസ്ഥ തലത്തിലുള്ള കെടുകാര്യസ്ഥതമാണ് ഇതിൻ്റെ ഒരു ശാപം. എത്രയും പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ വേറെയുണ്ട്. ഒരു പദ്ധതി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഗുണം ലോകത്തിലുള്ള എല്ലാവർക്കും ഇതാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് അത് ഒരു പരിധി വരെ ദൂഷ്യങ്ങൾ വരുന്നത്. പക്ഷേ എപ്പോഴും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണമല്ലോ. അതുകൊണ്ട് ഒരുപാട് പേർക്ക് അതൊരു ഒരു ബലം തന്നെയായിരിക്കും ഈ ശബരി റെയിൽപാത. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ യാത്രയാകും ശബരി റെയിൽപാത സമ്മാനിക്കുക. മലയോര മേഖലയിലെ വാണിജ്യ വ്യവസായ സംരംഭങ്ങൾക്കും ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും. കൂടാതെ ഈ പാതയിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പുതിയ തൊഴിലിടങ്ങളും രൂപപ്പെടും. ശബരി റെയിൽപാതയ്ക്കായി പെരിയാറിന് കുറുകെ നിർമ്മിച്ച പാലമാണിത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ചുളം വിളിച്ചു പായുന്ന ട്രെയിനിലിരുന്ന് ഈ കാഴ്ച ആസ്വദിക്കാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷ. കാലടിയിൽ നിന്നും ക്യാമറമാൻ മുഹമ്മദ് യേഹിക്കും കുഞ്ഞുമോനുമൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.